ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലുള്ള എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചു വരുന്നത്. 12-ാം അധ്യായം വരെ നമ്മൾ വായിച്ചു. 12-ാം അധ്യായത്തിൽ സൗല് രാജാവായി ഫെലിസ്ത്യരെ തോൽപ്പിച്ച് ഇസ്രായേൽ ജനം വീണ്ടും അവനെ അംഗീകരിച്ച് വളരെ സന്തോഷമായി ജീവിക്കുന്നൊരു സാഹചര്യം കാണുന്നു. എന്നാൽ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ശൗൽ രാജസ്ഥാനത്ത് നിന്ന് തിരസ്കൃതനാകാനുള്ള സംഭവം നമ്മൾ കാണുകയാണ്. അതിൻ്റെ 1-ാം വാക്യത്തിൽ ശൗൽ രാജാവാകുമ്പോൾ ആ പ്രായം പറയുന്നു 30 വയസ്സായിരുന്നെന്നും 42 വർഷം ഇസ്രായേൽ ജനത്തിന് ന്യായപാലനം ചെയ്തുവെന്നും കാണുന്നു. എന്നാൽ ചില ട്രാൻസ്ലേഷനിൽ പ്രായത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഏത് പ്രായത്തിൽ സ്ഥാനമേറ്റെന്നോ എത്ര വർഷം ഭരിച്ചുവെന്നോ കാണുന്നില്ല. എങ്ങനെയായാലും ഒരു 40 വർഷം ഇസ്രായേൽ ജനത്തെ ഭരിച്ചു കാണുമെന്നൊക്കെ വിശ്വസിക്കാം. ആ സമയത്ത് ഇസ്രായേൽ വളരെ സന്തോഷമായിരുന്നു. ശത്രുക്കളൊന്നും അവരെ ആക്രമിക്കാതെ ശൗലിന് അവരെ കാത്തുപരിപാലിക്കാൻ സാധിച്ചു. എന്നാൽ ഇനി നമ്മൾ വായിക്കുന്നത് ശൗലിൻ്റെ ഒരു അബദ്ധ പ്രവർത്തനം. അദ്ദേഹം രാജസ്ഥാനത്ത് നിന്ന് പുറത്തു പോവുകയാണ്. ഫെലിസ്ത്യരുമായിട്ടുള്ള ഒരു യുദ്ധം അവർക്ക് നേരിടേണ്ടി വന്ന സമയത്ത് ശമൂവേൽ പുരോഹിതൻ പറഞ്ഞു, ഞാൻ വന്ന് യാഗം കഴിക്കുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യണം. എന്നാൽ ശമൂവേൽ പുരോഹിതൻ വരാൻ അല്പം താമസിച്ചു. 7 ദിവസം വരെ ശൗൽ വെയിറ്റ് ചെയ്തിട്ട് ശൗൽ തന്നെ യാഗമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വരുന്നു. നമുക്കറിയാം, ശൗൽ രാജാവാണ്, പക്ഷേ അവൻ പുരോഹിതനല്ല. പുരോഹിതനായി ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളത് ശമൂവേലിനെയാണ്, ശൗലിനെ അല്ല. പക്ഷേ ശൗല് ഇവിടെ കയറി അത് ചെയ്യുകയാണ്. അവൻ്റെ ക്ഷമയില്ലായ്മ. രണ്ടിങ്ങനെ ചിന്തിച്ചാണ് രാജാവെന്ന രീതിയിൽ തൻ്റെ എല്ലാ പ്രവർത്തനവും വളരെ വിജയകരമാണ്. അതുകൊണ്ട് തനിക്കിതും ചെയ്യാമെന്നുള്ള ഒരു അഹന്ത ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി കാണും. അദ്ദേഹത്തിൻ്റെ ക്ഷമയില്ലായ്മ, അദ്ദേഹം തന്നെ യാഗമർപ്പിക്കുകയാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് രാജസ്ഥാനത്ത് നിന്ന് ശൗൽ പുറത്തു പോകുന്നത്. കാരണം അത് ന്യായപ്രമാണ ലംഘനമാണ്. ദൈവം അതിനുവേണ്ടി പ്രത്യേകം വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ ആളുകളുണ്ട്. അവർക്ക് മാത്രമാണ് ചെയ്യാനുള്ള അവകാശമുള്ളത്. ഒരു ശുശ്രൂഷയിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് അവകാശമില്ലാത്ത ശുശ്രൂഷകൾ നമ്മൾ കയറി ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. 2 ദിനവൃത്താന്തം 26-ാം വാക്യത്തിൽ വരുമ്പോൾ സ്വയം പുരോഹിതനാകാൻ ശ്രമിച്ചതായ ഊസിയ രാജാവിന് കുഷ്ഠരോഗം കൊടുത്ത് ദൈവം ശിക്ഷിക്കുന്നതായ സംഭവം നമ്മൾ അവിടെയും വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യങ്ങളിൽ കർത്താവ് പുനരുദ്ധാനം ചെയ്ത ശേഷം തൻ്റെ സ്ത്രീഹന്മാരെ വിളിച്ച് അവരെ അയക്കുന്നുണ്ട്. എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മ നല്ലൊരു അവർക്ക് നൽകുന്നുണ്ട്. ഈ ശിഷ്യന്മാർ വാസ്തവത്തിൽ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ ഓടി രക്ഷപ്പെട്ടവരാണ്. അവരാരും കർത്താവിൻ്റെ കൂടെ ഇല്ലായിരുന്നു. കർത്താവിനെ തള്ളിപ്പറഞ്ഞവരുണ്ട്. പക്ഷേ കർത്താവ് അവരെയാണ് ഇവിടെ പരമേൽപ്പിക്കുക. വാസ്തവത്തിൽ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധി ഘട്ടമായിരുന്നു ക്രൂശീകരണം. ആ സമയത്ത് കർത്താവിൻ്റെ ശരീരം ധൈര്യത്തോടെ ചോദിച്ചു വാങ്ങിച്ച് ശവസംസ്കാരം നൽകിയത് അരിമത്യക്കാരൻ ജോസഫും നീക്കോദിമോസുമായിരുന്നു. അന്ന് കുറേ സ്ത്രീകളായിരുന്നു യേശുവിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് പോകാനുണ്ടായിരുന്നുള്ളൂ. അവരെയൊക്കെ കർത്താവിന് വേണമെങ്കിൽ ചുമതലപ്പെടുത്താമായിരുന്നു തൻ്റെ ദൗത്യം ഈ ഭൂമി തുടരുവാൻ. പക്ഷേ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. താൻ ആദ്യം ആരെ വിളിച്ചുവോ അവർക്കവിടെ ബലഹീനതകളും കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം, അവർക്ക് അവരുടേതായ പരിമിതികളുണ്ടായിരിക്കാം. പക്ഷേ ദൈവം അവരെയാണ് തിരഞ്ഞെടുത്തത്. ദൈവം അവരെയാണ് ഫലമേൽപ്പിക്കുന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവം വിളിക്കാത്ത, ദൈവം തിരഞ്ഞെടുക്കാത്ത ഒരാൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കയറി ഇടപെടുന്നത് ദൈവം ഒരിക്കലും ഉൾക്കൊള്ളുകയില്ല. ദൈവത്തിൻ്റെ മാത്രം അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണെന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഇനി
ഈ ഒറ്റ കാരണം കൊണ്ടാണ് സൗലിൻ്റെ രാജസ്ഥാനം ഇവിടെ നീക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമ്മൾ കാണുന്നത് പിന്നീട് ദാവീദിനെ തിരഞ്ഞെടുക്കുന്നതിനും വരെയും കുറേ വർഷങ്ങൾ കൂടിയും ദാവീദിനെ തന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ശൗൽ ഇനിയും കുറേ നാൾ തൻ്റെ സമ്പത്ത് കൊണ്ടും തൻ്റെ അധികാരം കൊണ്ടും ആ സ്ഥാനത്ത് തന്നെ ഇനി തുടരുന്നത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെ പലർക്കും ഇരിക്കാൻ പറ്റിയേക്കാം. അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഒരു പക്ഷേ തൻ്റെ സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും പലർക്കും അതേ സ്ഥാനങ്ങളിൽ തന്നെ ഒരു പക്ഷേ ഇത് തുടരുവാൻ സാധിച്ചേക്കാം. പക്ഷേ ഏറെ നാൾ അങ്ങനെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല. ദൈവം ഓരോരുത്തർക്കും ഓരോ ദൗത്യം കൊടുത്തിരിക്കുന്നു. അതാത് ആ ദൗത്യങ്ങളിൽ നമ്മൾ ആത്മാർത്ഥയോടും സത്യസന്ധയോടും ദൈവികമായ അനുഭവത്തോടും കൂടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ബാധ്യസ്ഥരാണ് എന്ന കാര്യം ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 13-14 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ദൈവം പറയുന്ന ഇതാണ്, ശമൂവേൽ ഇവിടെ പറയുന്നുണ്ട്, നീ ഇതിൽ നിന്ന് രാജസ്ഥാനത്ത് നിന്ന് നീ ഇപ്പോൾ തിരസ്കൃതനാകാൻ പോവുകയാണ്. ദൈവം തൻ്റെ ഹൃദയം അറിയുന്ന ഒരാളെ, അല്ലെങ്കിൽ തൻ്റെ ഹൃദയം ഇഷ്ടപ്പെടുന്ന ആളെ ദൈവം അന്വേഷിക്കുകയാണെന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവം തൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരാളെ അന്വേഷിക്കുന്നു. വാസ്തവത്തിൽ സൗലിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് എത്ര വിനയത്തോടു കൂടിയാണ്. അവനെ രാജാവാക്കാൻ വേണ്ടി ജനം ശ്രമിച്ചപ്പോൾ, അവന് നറുക്ക് വീണപ്പോൾ, ബെന്യാമിൻ ഗോത്രത്തിന് വീണപ്പോൾ, അവന് വീണപ്പോഴൊക്കെ അവൻ ഓടി ഒളിച്ചവനാണ്. പാണ്ഡങ്ങൾക്കിടയിൽ നിന്ന് അവനെ പിടിച്ചുകൊണ്ടുവന്നാണ് അവനെ പിന്നെ രാജാവായി അവനെ അഭിഷേകം ചെയ്യുന്നത് നമ്മൾ ഓർക്കണം. ആ മനുഷ്യനിപ്പോൾ അധികാരവും സമ്പത്തുമൊക്കെ വന്നപ്പോൾ അഹങ്കാരിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്ന, ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, ഹൃദയം കൊണ്ട് ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അന്വേഷിക്കുന്നുവെന്നാണ് ശമൂവേൽ ഇവിടെ പറയുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ശൗലെ രാജാവായി അവനെ അഭിഷേകം ചെയ്ത സമയത്ത് മുമ്പ് നമ്മൾ വായിച്ചു, അവൻ്റെ തല മറ്റുള്ളവരിൽ നിന്ന് ഉയർന്നു നിന്നു എന്നാണ്. തല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുദ്ധിയും കഴിവും ജ്ഞാനവും ഒക്കെ ആയിരിക്കാം. പക്ഷേ ദാവീദ് ഇനി മുന്നോട്ട് പോയി വായിക്കും, അവന് ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് പൊക്കം കുറഞ്ഞവനായിരുന്നു. മറ്റുള്ളവരുടെ മുൻപാകെ അവൻ്റെ തല ഒരിക്കലും ഉയർന്നു നിന്നില്ല, പക്ഷെ അവൻ്റെ ഹൃദയം ഉയർന്നു നിന്നിരുന്നു. ദൈവത്തോടും അവൻ ഏറ്റെടുത്തിരുന്ന ജോലിയോടും അവൻ്റെ ഹൃദയപരമായ സമർപ്പണം വലുതായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഔന്നിത്യത്തെക്കാൾ, നമ്മുടെ തല ഉയർന്നിരിക്കുന്നതിനേക്കാൾ ഹൃദയം ദൈവത്തോട് ഉയർന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ദൈവം നോക്കുന്നതെന്ന കാര്യം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, സമരിയ സ്ത്രീയുമായുള്ള സംഭാഷണത്തിൽ പറയുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുതിയ നിയമത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ തല കൊണ്ടുള്ള ആധ്യാത്മികതയും ഹൃദയം കൊണ്ടുള്ള ആധ്യാത്മികതയുമുണ്ട്. തലം കൊണ്ടുള്ളത് അല്ലെങ്കിൽ തല കൊണ്ടുള്ളതും വാസ്തവത്തിൽ മതഭക്തിയാണ്. ഹൃദയം കൊണ്ടുള്ളതാണ് ആധ്യാത്മികത എന്ന് പറയുക. ഇന്ന് നമ്മൾ അധികം കാണുന്നത് മതഭക്തന്മാരെയാണ്. ആധ്യാത്മികതയുള്ളവരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. മതഭക്തിയും മത തീവ്രവാദത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരെ കൊന്നിട്ടായാലും അതൊക്കെ ഞങ്ങളുടെ മതത്തിന് വേണ്ടി ചെയ്യുന്നുവെന്ന് വിചാരിക്കുന്ന തെറ്റായ പൈശാചികമായ ചിന്തകൾ, അത് വെറും മതഭക്തിയാണ്. എന്നാൽ ആധ്യാത്മികത ഹൃദയമാണ്. ഹൃദയത്തിൽ നിന്ന് വരുന്നത് സ്നേഹവും കാരുണ്യവും സഹതാപവും അംഗീകാരവും ഒക്കെയാണ്. എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും എല്ലാ ബലഹീനരെയും ഉൾക്കൊള്ളുന്നതാണ് ഹൃദയം കൊണ്ടുള്ള ആധ്യാത്മികത എന്ന് പറയുക. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലും ഇന്ന് ഹൃദയം കൊണ്ടുള്ളതിനേക്കാൾ തല കൊണ്ടുള്ള ആധ്യാത്മികതയാണ് കൂടുതലും കാണുന്നത്. അധികാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള വടംവലിയും തർക്കങ്ങളും കലഹങ്ങളൊക്കെ തല കൊണ്ടുള്ള ഒരു ആധ്യാത്മികതയുടെ ഭാഗമാണ്.
ഹൃദയം കൊണ്ടാണെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു പ്രശ്നം ഒരു സഭയിലും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ഹൃദയം കൊണ്ടുള്ളവരെയാണ്, ജ്ഞാനികളെയല്ല. ദൈവത്തിന് ആവശ്യം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച അല്ലെങ്കിൽ സമർപ്പണവും ആരാധനയുമാണ്. ഹൃദയം കൊണ്ടുള്ള ആരാധന നടത്തിയ ദാവീദിന് മാനുഷികമായ ബലഹീനതകളും വീഴ്ചകളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവൻ്റെ ജീവിതം വലിയ വിജയമായിരുന്നു. ശൗല ബുദ്ധി കൊണ്ടും അവൻ്റെ കഴിവ് കൊണ്ടും ഒക്കെ അവൻ പിടിച്ചു നിന്നു. പക്ഷേ അവൻ ആ രാജ്യസ്ഥാനത്ത് നിന്ന് തള്ളപ്പെടുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. ദാവീദിന് പിന്നെ ലഭിക്കുന്ന ഭാഗ്യം തൻ്റെ കർത്താവിൻ്റെ വംശാവലിയിൽ തൻ്റെ പിതൃസ്ഥാനത്ത് കടന്നു വരുവാൻ തക്കവണ്ണമാണ്. ഭാഗ്യം അവിടെ ലഭിക്കുകയാണ്. ഹൃദയം കൊണ്ട് ആരാധിക്കുന്നവർക്ക്, ഹൃദയം കൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുന്നത് അതാണ്. പഴയ നിയമം മൊത്തം നമുക്കറിയാം, ശരീരത്തിൻ്റെ വിശുദ്ധിയും ശരീരത്തിൻ്റെ ആകൃതിയും അല്ലെങ്കിൽ നമ്മുടെ പുറമേ ഉള്ള കാര്യങ്ങളാണല്ലോ. പുതുനിയമത്തിൽ കർത്താവ് ആവശ്യപ്പെട്ടത് ഹൃദയത്തിൻ്റെ വിശുദ്ധി മാത്രമാണ്. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുക. അതോടെ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതും അനുഗമിക്കേണ്ടതും നമ്മുടെ തല കൊണ്ടുള്ള അല്ല, ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. അതെവിടെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്, ദൈവം അംഗീകരിക്കുന്നതെന്ന കാര്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഇവരുടെ രണ്ടുപേരുടെയും ഈ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താരതമ്യം ചെയ്യുന്നതിനും നമ്മളിതിപ്പോൾ ആരോടൊപ്പമാണ്, ശൗലിനെ പോലെയാണോ അതോ ഇനി വരാൻ പോകുന്ന ദാവീദിനെ പോലെയാണോ എന്ന് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം എല്ലാവരെയും അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ.